വിശദമായി നോക്കാം. മെഡിക്കൽ കോളേജ് കോഴയിൽ ബി.ജെ.പി. നേതാക്കൾക്ക് വിജിലൻസ് നോട്ടീസ്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കെ.പി. ശ്രീശൻ, എ.കെ. നസീർ എന്നിവർക്ക് വിജിലൻസ് നോട്ടീസ് നൽകി. എസ്.ആർ. മെഡിക്കൽ കോളേജ് ഉടമ ഷാജിയിൽ നിന്ന് വിജിലൻസ് മൊഴിയെടുക്കും. മെഡിക്കൽ കോളേജ് കോഴ വിവാദത്തിന് തൊട്ടു പിന്നാലെ ചേർന്ന ബി.ജെ.പി. കോർ കമ്മിറ്റി പൂർത്തിയായി. യോഗത്തിൽ വൻ പൊട്ടിത്തെറി. അന്വേഷണ റിപ്പോർട്ട് ചോർന്നതിന് പിന്നിൽ വി. മുരളീധര പക്ഷത്തെ ഒരു നേതാവിന് പങ്കുണ്ടെന്ന് എം.ടി. രമേശ്. ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറിയായ ഈ നേതാവ് എ.കെ. നസീറിന്റെ ഹോട്ടലിൽ വച്ചാണ് റിപ്പോർട്ട് ചോർത്തി നൽകിയതെന്ന് എം.ടി. രമേശ്. റിപ്പോർട്ട് ചോർന്ന സാഹചര്യത്തിൽ കുമ്മനത്തിന് തുടരാൻ അവകാശമില്ലെന്ന് മുരളീധര വിഭാഗം നിലപാടെടുത്തു. വാദപ്രതിവാദം രൂക്ഷമായതോടെ വിവാദത്തിന് പിന്നിൽ എത്ര ഉന്നതനായാലും തലയുരുളുമെന്ന് കേന്ദ്ര നേതൃത്വം മുന്നറിയിപ്പ് നൽകി. വിഭാഗീയത അവസാനിപ്പിച്ചില്ലെങ്കിൽ സംസ്ഥാന ഘടകം വരെ പിരിച്ചുവിടേണ്ടി വരുമെന്ന് കേന്ദ്ര നേതൃത്വത്തെ പ്രതികരിക്കുന്ന ബി.എൽ. സന്തോഷ് വ്യക്തമാക്കി. ബി.ജെ.പിയുടെ മെഡിക്കൽ കോഴയിൽ 5 കോടി കൈപ്പറ്റിയ സതീഷ് നായർ കുമ്മനത്തിന്റെ ദില്ലി പി.ആർ.ഒ. ഐ.ബിയുടെ അന്വേഷണം കുമ്മനം രാജശേഖരനിലേക്ക്. കുമ്മനത്തെ അമിത്ഷാ നേരിട്ട് വിളിച്ച് അതൃപ്തി രേഖപ്പെടുത്തി. കള്ളപ്പണ വേട്ടയ്ക്കെതിരായ മോദിയുടെ നീക്കങ്ങളെ പാർട്ടി തന്നെ വെട്ടിലാക്കുന്ന വിധത്തിലാണ് ബി.ജെ.പി. കേരള ഘടകത്തിന്റെ പോക്കെന്നാണ് ബി.ജെ.പി. ആർ.എസ്.എസ്. നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ. ബി.ജെ.പി. കേരള ഘടകത്തെ പിടിച്ചുകുലുക്കിയ മെഡിക്കൽ കോളേജ് കോഴ ഇടപാട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കും. കോഴയിൽ ഹവാല ബന്ധം സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് എൻഫോഴ്സ്മെന്റ് അന്വേഷണം. കുമ്മനത്തിന്റെ ദില്ലിയിലെ പി.ആർ.ഒ. സതീഷ് നായരെക്കുറിച്ച് ഐ.ബി. അന്വേഷണം ആരംഭിച്ചു. മെഡിക്കൽ കോളേജ് കോഴയിൽ ഞെട്ടി കേന്ദ്ര നേതൃത്വം. കോഴയിൽ ഹവാല ഇടപാട് നടന്നതായി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശം. മോദിയുടെ കള്ളപ്പണവേട്ടയ്ക്ക് കോഴ വിവാദം തിരിച്ചടിയായെന്നും റിപ്പോർട്ട് പരാമർശിക്കുന്നു. അതേസമയം കോഴയിൽ എൻ.ഐ.എ. അന്വേഷണം വേണമെന്ന് ബി.ജെ.പി. മുഖപത്രം ആവശ്യപ്പെടുന്നു. അന്വേഷണ റിപ്പോർട്ട് ചോർത്തി പാർട്ടിയെ നാണം കെടുത്തിയവരെ കണ്ടെത്തണമെന്നും ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു. കുലം കുത്തികളെ കരുതിയിരിക്കണം എന്ന പേരിൽ റെസിഡന്റ് എഡിറ്റർ കുഞ്ഞിക്കണ്ണൻ എഴുതിയ ലേഖനത്തിലാണ് വിമർശനം. മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ ഹവാല ബന്ധമുണ്ടെന്ന അന്വേഷണ റിപ്പോർട്ടാണ് ബി.ജെ.പി. നേതൃത്വത്തെ ഞെട്ടിക്കുന്നത്. കേരളത്തിൽ നിന്നും ദില്ലിയിലേക്ക് കോടികൾ കടത്തിയത് ഹവാല ഇടപാടുകാരാണെന്ന് പാർട്ടി അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. അതേസമയം അന്വേഷണ റിപ്പോർട്ട് ചോർത്തിയത് കുലംകുത്തികളാണെന്ന പരാമർശത്തോടെ ബി.ജെ.പി. മുഖപത്രത്തിൽ റെസിഡന്റ് എഡിറ്റർ കെ. കുഞ്ഞിക്കണ്ണൻ ലേഖനം എഴുതി. അഴിമതി അന്വേഷിക്കുന്നതിനു പകരം റിപ്പോർട്ട് ചോർന്നത് എങ്ങനെയെന്ന അന്വേഷണം വേണമെന്നാണ് ലേഖനത്തിലെ ഊന്നൽ. അന്വേഷണ കമ്മീഷൻ അംഗം എ.കെ. നസീറിനെ ലക്ഷ്യമിട്ടാണ് ലേഖനം. പൊതുസമൂഹത്തിൽ ഇക്കാര്യം ചർച്ചയായത് അന്വേഷണ റിപ്പോർട്ട് ചോർന്നത് വഴിയാണ്. അന്വേഷണ റിപ്പോർട്ട് പ്രതിയോഗികൾക്ക് ചോർന്നു കിട്ടി. റിപ്പോർട്ട് ചോർത്തിയതാരെന്ന് കണ്ടെത്തണമെന്നും ലേഖനം ആവശ്യപ്പെടുന്നു. ബി.ജെ.പി. ശക്തി പ്രാപിക്കുന്നത് നേതാക്കളുടെ സൗന്ദര്യം കണ്ടിട്ടല്ല. കോഴയിൽ വിജിലൻസ് അന്വേഷണം പോരാ, എൻ.ഐ.എ. അന്വേഷണം വേണമെന്നും ജന്മഭൂമിയിലെ ലേഖനം ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലപ്പുറത്തെ ബാങ്ക് കോഴക്കേസിൽ ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രശ്മിൽ നാഥിനെതിരെ നടപടിയുണ്ടായേക്കും. പരാതി ലഭിച്ച സാഹചര്യത്തിൽ പാർട്ടിതല അന്വേഷണം വേഗത്തിലാക്കി നടപടിയെടുക്കാൻ സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി. 2 അംഗ അന്വേഷണ കമ്മിറ്റിയെയാണ് ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 10-ന് ചേർന്ന യോഗത്തിലായിരുന്നു തീരുമാനം. ജില്ലാ കമ്മിറ്റിയിലെ ഒരംഗം തന്നെയാണ് പരാതി അന്വേഷിക്കണമെന്ന് കമ്മിറ്റിയിൽ രേഖാമൂലം ആവശ്യമുന്നയിച്ചത്. കോഴവാർത്ത കൂടുതൽ ചർച്ചയാവുന്നതിന് മുമ്പ് രശ്മിൽ നാഥിനെതിരെ നടപടിയെടുത്ത് മുഖം രക്ഷിക്കാനാണ് ആലോചിക്കുന്നത്. അതേസമയം ജില്ലാ ഘടകത്തിലെ വിഭാഗീയതയാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിലെ തീരുമാനങ്ങൾ മാധ്യമങ്ങളിലെത്തിച്ചതെന്നും ഇക്കാര്യം കൂടി കമ്മിറ്റിയുടെ അന്വേഷണത്തിൽ കൊണ്ടുവരണമെന്നും രശ്മിൽ നാഥിന്റെ അനുകൂലികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പി.കെ. കൃഷ്ണദാസാണ് അന്വേഷണം നിരീക്ഷിക്കുന്നത്. അതേസമയം രശ്മിൽ നാഥിനെതിരായ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. തുക കൈമാറിയത് സംബന്ധിച്ച ബാങ്ക് ഇടപാട് രേഖകൾ പോലീസ് പരിശോധിക്കും. മഞ്ചേരി സ്വദേശി ഔസേപ്പിൽ നിന്നാണ് മകന് ബാങ്ക് ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് രശ്മിൽ നാഥ് 10 ലക്ഷം രൂപ കോഴ വാങ്ങിയത്. കെ.ടി. സ്വാലിഹ്, മലപ്പുറം. കോഴിക്കോട് RECയിൽ സ്പിരിറ്റ് കഴിച്ച 2 ആൾ മരിച്ചു. മലയങ്കര AKG കോളനിയിലെ ബാലൻ, സന്ദീപ് എന്നിവരാണ് മരിച്ചത്. ഇയാളുടെ കൂടെ സ്പിരിറ്റ് കഴിച്ച മറ്റു 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബാലരാമപുരത്ത് വീട്ടമ്മയെ പീഡിപ്പിച്ച പരാതിയിൽ വിൻസെന്റ് MLA ചോദ്യം ചെയ്യുന്നു. MLA ഹോസ്റ്റലിലെ മുറിയിലാണ് ചോദ്യം ചെയ്യൽ. അതേസമയം വിൻസെന്റ് MLAക്കെതിരെ കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ 5 മാസത്തിനിടെ 900 തവണ MLA പീഡനത്തിനിരയായ വീട്ടമ്മയെ ഫോണിൽ വിളിച്ചുവെന്ന തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്. വിവാഹാഭ്യർത്ഥന നിഷേധിച്ചതിനെ തുടർന്ന് അയൽവാസി പെട്രോൾ ഒഴിച്ച് കത്തിച്ച പെൺകുട്ടി മരിച്ചു. കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. 2 ദിവസം മുമ്പാണ് വിദഗ്ധ ചികിത്സയ്ക്കായി പെൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയത്. സംഭവത്തിൽ കടമനിട്ട സ്വദേശി സജിലിനെ പോലീസ് പിടികൂടിയിരുന്നു. 60% പൊള്ളലേറ്റ സജിലിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്.
ഖത്തർ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. ഖത്തറിന്റെ തീവ്രവാദ വിരുദ്ധ നിലപാടിന് UAE-യുടെ അനുമോദനം. ഖത്തറിനോടുള്ള UAE-യുടെ ഉപരോധത്തിൽ ഇളവ്. അതേസമയം സൗദി അറേബ്യ, UAE, ബഹ്റൈൻ തുടങ്ങിയ അയൽ ഗൾഫ് രാജ്യങ്ങളുമായി നയതന്ത്ര തലത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചർച്ചയ്ക്ക് തങ്ങൾ സന്നദ്ധമാണെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി വ്യക്തമാക്കി. ടെലിവിഷനിലൂടെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഖത്തർ അമീർ. രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നും ഖത്തർ അമീർ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഖത്തർ പ്രതിസന്ധി പരിഹരിക്കാൻ കുവൈറ്റ് നടത്തിയ ശ്രമങ്ങളെയും ഖത്തർ അമീർ തന്റെ പ്രസംഗത്തിൽ പ്രശംസിച്ചു. ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണം ആഹാരയോഗ്യമല്ലെന്ന CAG റിപ്പോർട്ട്. ശുദ്ധീകരിക്കാത്ത വെള്ളം ഉപയോഗിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്നും ഉൾപ്പെടെയുള്ള കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. റിപ്പോർട്ട് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയ്ക്ക് പിന്നാലെ ജൂനിയർ അഡ്വക്കേറ്റ് രാജു ജോസഫും പ്രതിയായേക്കും. താൻ കൈമാറിയ നിർണായക തെളിവായ മൊബൈൽ ഫോൺ രാജു ജോസഫ് നശിപ്പിച്ചുവെന്ന അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയുടെ മൊഴി സത്യമായാൽ പ്രതിയാക്കാനാണ് തീരുമാനം. എന്നാൽ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. ഫോണിന് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. അതേസമയം ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി മറ്റന്നാൾ വിധി പറയും. ഓണത്തിന് 7000 ടൺ അരി ആന്ധ്രയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ. ഓണത്തിന് 1500ഓളം ഓണച്ചന്തകൾ ആരംഭിക്കുമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. വിലക്കയറ്റമില്ലാത്ത ഓണം ഇത്തവണയും സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഓണത്തിന് ആന്ധ്രയിൽ നിന്ന് 7000 ടൺ മേൽത്തരം ജയ അരി ഇറക്കുമതി ചെയ്യാനാണ് കേരളം ധാരണയിലെത്തിയത്. ഓണത്തിന് ശേഷവും സംസ്ഥാനത്തിന് ആവശ്യമായ അരിയും മുളകുമടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ ആന്ധ്രാപ്രദേശ് കേരളത്തിന് നൽകും. ഇടനിലക്കാരെ പൂർണ്ണമായി ഒഴിവാക്കിയാണ് ഭക്ഷ്യവസ്തുക്കൾ കേരളത്തിലെത്തിക്കുക. സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റുകൾ വഴി ഇവ ജനങ്ങളിലെത്തിക്കുമെന്ന് മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു. നമുക്ക് ആവശ്യമുള്ള ഗുണമേന്മയുള്ള അരി, നമുക്ക് ആവശ്യമുള്ള ഗുണമേന്മയുള്ള മുളക്, ഗുണ്ടൂർ മുളക് നമുക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ലഭ്യമാക്കാം. ഓണത്തിന് മാത്രമല്ല, മുഴുവൻ പീരീഡും നമുക്ക് ലഭ്യമാക്കാം. ആ ഉൽപ്പന്നങ്ങൾ അവർ കൃഷിക്കാരിൽ സംഭരിച്ച് അവരുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സംഭരിച്ച് നമുക്ക് നൽകും. കേരളത്തിന്റെ ശബരി ഉൽപ്പന്നങ്ങൾ ആന്ധ്രാപ്രദേശിലേക്കും കയറ്റിയേക്കും. വിലക്കയറ്റമില്ലാത്ത ഓണം ഇത്തവണയും സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. 1500ഓളം ഓണച്ചന്തകൾ ഇത്തവണ ഉണ്ടാകും. ഈ ഓണത്തിന് പഴയതുപോലെ തന്നെ മുഴുവൻ പ്രദേശങ്ങളിലും ഓണച്ചന്തകൾ ഞങ്ങൾ കണക്കാക്കുന്ന 1400ഓളം ഓണച്ചന്തകൾ ഇത്തവണ ഞങ്ങൾക്ക് ആരംഭിക്കണം എന്ന അടിസ്ഥാനത്തിലാണ് എല്ലാ ഒരുക്കങ്ങളും അതിനുവേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. റേഷൻ കാർഡിലെ അനർഹരെ ഒഴിവാക്കുന്ന നടപടി അവസാന ഘട്ടത്തിലാണെന്നും കുറ്റമറ്റ പട്ടിക തയ്യാറാക്കി ധാന്യ വിതരണം നടത്തുമെന്നും കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭക്ഷ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രായപൂർത്തിയാകാത്ത 2 ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ പൂജാരി അറസ്റ്റിൽ. കഴക്കൂട്ടത്താണ് സംഭവം. കഴക്കൂട്ടം പോലീസാണ് പൂജാരിയെ അറസ്റ്റ് ചെയ്തത്. നഗരത്തിലെ ട്രാൻസ്ജെൻഡേഴ്സിന് തുല്യനീതി ഉറപ്പാക്കാൻ കൊല്ലം കോർപ്പറേഷൻ രംഗത്ത്. ട്രാൻസ്ജെൻഡേഴ്സിനെ മുഖ്യധാരയിൽ എത്തിക്കാൻ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളിൽ ഇവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കും. ഇതിന്റെ ആദ്യഘട്ടമായി കുടുംബശ്രീ അയൽക്കൂട്ടം രൂപീകരിച്ചു. മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഹോസ്റ്റൽ സൗകര്യം ആവശ്യപ്പെട്ട് കാസർഗോഡ് ആസ്ഥാനമായ കേരള കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രക്ഷോഭം ശക്തമായി തുടരുന്നു. ക്യാമ്പസുകൾ അടച്ചിട്ടാണ് സർവകലാശാല അധികൃതർ സമരം നേരിടുന്നത്. വിദ്യാർത്ഥി സമരത്തിന് CPIM-ഉം വിവിധ വിദ്യാർത്ഥി സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചു. മലപ്പുറത്ത് വീണ്ടും ലഹരിവേട്ട. DJ പാർട്ടികളിൽ ഉപയോഗിക്കുന്ന LSD-യുടെ 14 സ്ട്രിപ്പുകളുമായി മലപ്പുറം വളാഞ്ചേരി സ്വദേശി പിടിയിൽ. നാർക്കോട്ടിക് എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ വലയിലാക്കിയത്. മറയൂർ കാന്തല്ലൂർ മേഖലകളെ മുൾമുനയിൽ നിർത്തിയ അക്രമകാരികളായ കാട്ടാനകളെ തുരുത്താൻ കുംകി ആനകളെത്തി. ആനമല ടൈഗർ റിസർവിലെ ടോപ്പ് സ്ലിപ്പ് ക്യാമ്പിൽ നിന്നുള്ള 2 കുംകി ആനകളെയാണ് മറയൂരിൽ എത്തിച്ചത്. ആനമല ടൈഗർ റിസർവിലെ ടോപ്പ് സ്കിപ്പ് ആന ക്യാമ്പിൽ നിന്നുമുള്ള വെങ്കിടേഷ്, കലീം എന്നീ 2 കുംകി ആനകളെയാണ് മറയൂരിൽ എത്തിച്ചിരിക്കുന്നത്. ഇവരോടൊപ്പം ടോപ്പ് സ്കിപ്പ് ആന ക്യാമ്പിലെ വെറ്ററിനറി ഡോക്ടർ മനോഹരൻ, വനം വകുപ്പ് വെറ്ററിനറി ഡോക്ടർമാരായ അബ്ദുൾ സത്താർ, ജയകുമാർ എന്നിവരും 2 പാപ്പാന്മാരും അടങ്ങുന്ന സംഘമാണ് എത്തിയിരിക്കുന്നത്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആനകളെ കൊണ്ടുപോകുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ലോറിയിലാണ് ടോപ്പ് സ്കിപ്പിൽ നിന്നും ഇവയെ കാന്തല്ലൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്ത് എത്തിച്ചത്. കാട്ടാനകൾ ഏറെ നാളുകളായി കാരയൂർ, വെട്ടുകാട്, കീഴാന്തൂർ, കുണ്ടക്കാട്, പേരടിപ്പള്ളം എന്നീ ഭാഗങ്ങളിൽ വൻതോതിൽ കൃഷിനാശം വരുത്തുകയും കഴിഞ്ഞ ദിവസം കുണ്ടക്കാട് ഭാഗത്ത് അന്ധയായ യുവതിയെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നുള്ള ജനരോഷം ശക്തമായതോടെയാണ് വനം വകുപ്പ് കുംകി ആനകളെ എത്തിച്ചത്. മറയൂർ 2 കുംകി ആനയാണ് കൊണ്ടുവരുന്നത്.
കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കുങ്കി ആനകൾ ഫീൽഡിലിറങ്ങി നമ്മുടെ പ്രശ്നക്കാരനായ ആനേനെ ബാക്കി ആനകളെ ഓടിച്ച് കാട്ടിലേക്ക് തുടങ്ങുന്നു. ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും എത്തുന്ന കാട്ടാനകളെ കുംകി ആനകളെ ഉപയോഗിച്ച് ഉൾവനത്തിലേക്ക് കയറ്റിവിടാനാണ് വനം വകുപ്പിന്റെ പദ്ധതി. കാട്ടാന ശല്യത്തിന് ശമനമാകുന്നതുവരെ കുംകി ആനകളെ ഈ മേഖലയിൽ നിർത്തുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.